CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചൂണ്ടൽ പുതുശ്ശേരിയിൽ ആനയിടഞ്ഞത് നാട്ടുകാരെ പരിഭ്രാന്തിയിലാഴ്ത്തി. പുതുശ്ശേരി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള പുതുശ്ശേരി വിജയൻ എന്ന ആനയാണ് ശനിയാഴ്ച ഉച്ചയോടെ ഇടഞ്ഞത്. സംഭവത്തിൽ ആർക്കും പരിക്കുകളോ നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ല. ഗുരുവായൂർ ദേവസ്വം കീഴടമായ നെന്മിനി ബലരാമക്ഷേത്രത്തിലെ ബലരാമ ജയന്തിയുടെ ഭാഗമായി ഗുരുവായൂരപ്പന് വെണ്ണ സമർപ്പിച്ചു. നെന്മിനി ക്ഷേത്രത്തിൽ നിന്ന് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായെത്തിയാണ് വെണ്ണ സമർപ്പിച്ചത്. 19-നാണ് ബലരാമ ജയന്തി ആഘോഷവും അക്ഷയ തൃതീയയും. ഗുരുവായൂർ കോട്ടപ്പടിയിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. വൈലത്തൂർ സ്വദേശി തലക്കോട്ടൂർ ജോസ്, അക്കിക്കാവ് താഴ്ശ്ശേരി വൈശാഖ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ എക്സ് പ്രവർത്തകർ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ പെയ്ത അപ്രതീക്ഷിത മഴയെ തുടർന്ന് ഒരുമനിയൂർ പഞ്ചായത്ത് ഓഫീസിൽ മഴവെള്ളം കയറി കനത്ത നാശനഷ്ടം. 1 മണിക്കൂറോളം നീണ്ടുനിന്ന മഴയാണ് പ്രദേശത്ത് വെള്ളക്കെട്ടിന് കാരണമായത്. ഹൈവേ നിർമ്മാണത്തിലെ അശാസ്ത്രീയ നടപടികളാണ് ഇതിന് കാരണമെന്ന് ഒരുമനയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PM താഹിർ ആരോപിച്ചു. ഗുരുവായൂരിൽ ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രികരായ 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. തൈക്കാട് സ്വദേശികളായ തലപ്പിള്ളി സിന്ധു, സനു എന്നിവർക്കാണ് പരിക്കേറ്റത്. തൃശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് വരികയായിരുന്ന മല്ലികാർജുന ബസ് മുന്നിൽ പോവുകയായിരുന്ന സ്കൂട്ടറിന് പിറകിൽ ഇടിക്കുകയായിരുന്നു. 2026 വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം പ്രശസ്ത സിനിമാ നാടക നടൻ സുനിൽ സുഗത നിർവഹിച്ചു. ഗ്രാമകം കൾച്ചറൽ അക്കാദമി ചെയർമാൻ ഡോക്ടർ VK വിജയൻ, നാടകപ്രവർത്തകൻ പ്രബലൻ വേലൂർ എന്നിവർ ചേർന്ന് ബ്രോഷർ ഏറ്റുവാങ്ങി. പുന്നയൂർക്കുളം പഞ്ചായത്ത് പരിധിയിൽ നെല്ല് സംഭരണ കേന്ദ്രം തുറക്കാനുള്ള നടപടികൾ എടുക്കണമെന്ന് പരൂർ പടവ് കർഷകർ. കൊയ്ത്തുത്സവ ചടങ്ങിലാണ് കർഷകർ ആവശ്യമുന്നയിച്ചത്. കൊയ്ത്തുത്സവം പുന്നയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റും പരൂർ പടവ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗവുമായ ഹസൻ തളികശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ആർത്താറ്റ് ഹോളി ക്രോസ് ദേവാലയത്തിലെ മാർത്തോമ തീർത്ഥകേന്ദ്രത്തിൽ പുതുഞായർ തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായി വെള്ളിയാഴ്ച വൈകിട്ട് 5:30 നടന്ന വിശുദ്ധ കുർബാന, നൊവേന, ലതീഞ്ഞ് എന്നിവയ്ക്ക് ഫാദർ സോളി തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ലഹരിക്കെതിരെ കടവല്ലൂർ നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കൂട്ടയോട്ടവും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. കടവല്ലൂർ അമ്പലനടയിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടത്തിൽ ജനപ്രതിനിധികളും മുതിർന്നവരും കുട്ടികളുമടക്കം നിരവധി പേർ പങ്കെടുത്തു. കുന്നംകുളം കാക്കാട് ശ്രീ ചെറുവത്തൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഭദ്രകാളി ദേവിയുടെ പ്രഥമ താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് ഞായറാഴ്ച നടക്കുന്ന പൂരാഘോഷങ്ങൾക്കും തുടർന്നുള്ള സമാപന ചടങ്ങുകൾക്കുമുള്ള ഒരുക്കങ്ങളായി. പുന്നയൂർക്കുളം ആൽത്തറ രാമരാജ UP സ്കൂളിൽ കിൻഡർ ഗാർട്ടൻ കോൺവൊക്കേഷൻ സംഘടിപ്പിച്ചു. സുഹൃതം തിരുവെങ്കിടത്തിന്റെ ആഭിമുഖ്യത്തിൽ ജീവകാരുണ്യ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മമ്മിയൂർ ദേവസ്വം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ GK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. വേലൂർ വെങ്ങലശ്ശേരി മണിമലർക്കാവ് ക്ഷേത്രത്തിൽ പുതിയ പഞ്ചലോഹ ഗോളകയും തിടമ്പും സമർപ്പണം ഞായറാഴ്ച നടക്കും. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.